വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ നീ അങ്ങോട്ട് അടുത്ത ഇലക്ഷൻ നിന്നാൽ നീ ശിവകാശി പടക്കം പോലെ പൊട്ടും, പിന്നെ നീ വേറെ ഒരു പ്രജ മാത്രമാണ്, നീയാണോ IAS ശാലിനിയുടെ അടുത്തുകൊണ്ട് പ്രതികാരം തീർക്കാനായിട്ട് പോകുന്നത്, നീ 8 നിലയിൽ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ജഗദീപ് അങ്ങ് തകർക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും ജഗദീപ് അങ്ങ് പറയുകയാണ്, നിൻ്റെ ഈ പന പോലുള്ള 8 അടി നീളമുള്ള ചിറ്റപ്പനുണ്ടല്ലോ, സകല അപരാധങ്ങളും മറന്ന് അങ്ങ് സല്യൂട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും, നിൻ്റെ കൂടെ കാണുകയില്ല എന്ന് പറയുമ്പോൾ ഇയാളെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് ചന്ദ്രബോസ് ജഗദീപിനെതിരെ സുസ്മിത അങ്ങോട്ട് കയർക്കാൻ തുടങ്ങുമ്പോൾ മോളെ ഇനി വന്നേന്നും പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ശാലിനിയെക്കുറിച്ച് തന്നെ അങ്ങ് സുസ്മിത അങ്ങ് സംസാരിക്കുകയാണ്, അവളോട് പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഈ ഒരുത്തനെ എൻ്റെ തലയിൽ കെട്ടിവെച്ച ഈ പട്ടി എൻ്റെ തലയിൽ കെട്ടിവെച്ച ഒരൊറ്റ ദേഷ്യം മതി അവളോടുള്ള കണക്ക് തീർക്കാനായിട്ട്, എല്ലാത്തിനും സമയമുണ്ട്, ചിറ്റപ്പൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിനെയും കൂട്ടിക്കൊണ്ട് കാറ് കയറി അവരങ്ങ് പോവുകയാണ്. പക്ഷെ ജഗദീപ് പോകുന്നില്ല, ജഗദീപ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി എന്തോന്ന് പറഞ്ഞിട്ട് കാര്യം, അത് തന്നെ ഹരിഗോവിന്ദ എന്നും പറഞ്ഞങ്ങ് തൊഴുത് ജഗദീപ് അവിടെ നിൽക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ശ്യാമയാണെങ്കിൽ കുട്ടി അന്വേഷിച്ച കുട്ടിക്ക് ഇങ്ങനെ വെള്ളവും ഒക്കെ ആയിട്ട് പപ്പി പപ്പി പപ്പിക്കുട്ടി എന്നും പറഞ്ഞ് വിളിച്ച് നടക്കുകയാണ്. അന്നേരം പപ്പിക്കുട്ടി എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. അതേസമയം കുട്ടിയാണെങ്കിൽ ആ മട്ടുപ്പാവിൻ്റെ മോളിൽ നിന്ന് ആ വീടിൻ്റെ ഗേറ്റിലേക്ക് നോക്കിയിരിക്കുകയാണ്. അന്നേരം പനിയായിട്ട് മോളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വല്ലിച്ചൻ വരുമ്പോൾ ആദ്യമേ കാണാനാണ്, വല്ലിച്ച ഇപ്പോൾ വരുമെന്നും പറഞ്ഞാൽ ഗേറ്റിലേക്ക് ഇങ്ങനെ കണ്ണ് നട്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ ശ്യാമയ്ക്ക് വിഷമം തോന്നുകയാണ്. അതേസമയം ഉമ്മറത്ത് രാഘവൻ നായരും പിള്ളയും അർജുനും രോഹിത്തും ഒക്കെ വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ്. അന്നേരം ഇനി എന്താ മോനെ താമസിക്കുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അധികം താമസിക്കില്ല അച്ഛാ, കളക്ടറുടെ ഓർഡർ അല്ലേ, അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരും, വീട്ടിൽ കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ അവരുടെ പണിയാണ് പോകുന്നത്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് എല്ലാവരും വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണുവിനെയും കൊണ്ട് പോലീസ് വണ്ടി ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വരികയാണ്. അന്നേരം ആ വണ്ടി കാണുമ്പോൾ വലിച്ചു വന്നേ എന്നും പറഞ്ഞിട്ട് കുട്ടി മോളിൽ നിന്ന് ഇറങ്ങി താഴേക്കങ്ങ് ഓടുകയാണ്. അന്നേരം പനിയായിട്ട് മോളെ പതുക്കെ പോകുന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അതേസമയം ഉമ്മർത്ത് നിൽക്കുന്ന ആരെയും വകവയ്ക്കാതെ കുട്ടി ഓടി ചെല്ലുകയാണ്. വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓടി ചെന്ന് വല്ലിച്ച വന്നോ, വല്ലിച്ചനെ അവർ ഉപദ്രവിച്ചോ വിട്ടയച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വല്ലിച്ചനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് പൊക്കിയെടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരങ്ങ് മുത്തം കൊടുക്കുകയും ആകെ ഒരു സന്തോഷം തന്നെയാണ്. അത് ശ്യാമ മുകളിൽ നിന്നങ്ങ് കാണുകയാണ്. തുടർന്ന് ശ്യാമയും താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് സത്യഭാമ അകത്തു നിന്നും സന്തോഷത്തോട് ഓടി വരികയാണ്. മോനെ വിഷ്ണു എന്നിങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് വാർന്നു പറയുകയാണ്. തുടർന്ന് പോവാൻ മോളെ എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വിഷ്ണുവായിട്ട് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് ആ വിഷ്ണുവിനോട് പിന്നെ ഒത്താശയുള്ള പോലീസുകാരൻ പറയുന്നുണ്ട്, ആശാനെ ഒരു ദിവസം ആശാന്റെ ദേഹത്ത് കൈവയ്ക്കണം എന്നുള്ളത് ആ ചന്ദ്രബോസിന്റെ എന്തൊരു വാശി പോലെ ആയിരുന്നു, നിവർത്തിപ്പിടിച്ച തോക്കിന് മുമ്പിലല്ലാതെ ഒരു പൂഴി മണ്ണ് ആശാന്റെ ദേഹത്തിടാനായിട്ട് അയാൾക്ക് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ടും ഈ സത്യഭാമയുടെ മകൻ വിഷ്ണുവിന് ഒരു ദിവസം ലോക്കപ്പിൽ കഴിയേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതിപ്പോൾ കളക്ടർ ഇടപെട്ടത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്തെല്ലാം കേസാ പിശാജ് ആശാന്റെ തലയിൽ കെട്ടിവെച്ചേനെ, ഞങ്ങളോടൊന്നും തോന്നല്ലേ സത്യാമ്മേ, മേലുദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് അനുസരിക്കാനല്ലേ സാധാ പോലീസുകാരായി ഞങ്ങൾക്ക് കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ ഒന്ന് മയപ്പെടുകയാണ്. തുടർന്ന് നിങ്ങൾ വിട്ടോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അവരങ്ങ് പോകുന്നുണ്ട്. വണ്ടിയെടുത്ത് പോലീസുകാരൊക്കെ തിരിച്ചു പോവുകയാണ്. തുടർന്ന് സത്യഭാമ അർജുനോട് ചോദിക്കുകയാണ്, അമ്മോ നമ്മുടെ ബാക്കി കേസൊക്കെ പിന്നെ റിയൽ എസ്റ്റേറ്റും പിന്നെ ജ്വല്ലറിയും ഒക്കെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടി അതൊക്കെ എന്തായും ചോദിക്കുകയാണ്. അന്നേരം ഇപ്പം നിലവിൽ കേസൊന്നുമില്ല, അതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന് പുതിയ കളക്ടർക്ക് ബോധ്യമായിരിക്കുകയാണ്. പഴയ കളക്ടർ അഴിമതിയിലൂടെയാണ് ഭരിച്ചതെന്ന് മനസ്സിലായി, സർക്കാരിന് തന്നെ മനസ്സിലായി. അതിനുള്ള മറുപടി അയാൾ തന്നെ സർക്കാരിൻ്റെ മുമ്പിൽ വച്ചു കൊടുത്തല്ലോ, അപ്പോൾ അതൊന്ന് പുനഃപരിശോധിക്കാനും എല്ലാത്തിനും കൂടിയാണ് പുതിയ കളക്ടറെ ഇങ്ങോട്ടത്തേക്ക് അയച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അന്നേരം പുതിയ കളക്ടർക്ക് എന്താ നമ്മളോട് ഇത്ര പ്രിയം എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം നമ്മളോട് പ്രിയമൊന്നും ഉണ്ടായിട്ടല്ല, സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനും അഴിമതിക്കെതിരെ പ്രവർത്തിക്കാനും ഒക്കെ തന്നെയാണ് പുതിയ കളക്ടർ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ നിലവിൽ കേസൊന്നുമില്ല എന്ന് രോഹിത് ചോദിക്കുകയാണ്. അപ്പോൾ നിലവിലൊന്നുമില്ല, അക്കൗണ്ട് ഫ്രീസ് ചെയ്തെല്ലാം പഴയപടിയാക്കിയിട്ടുണ്ട്, ബാക്കിയെല്ലാം പുനഃപരിശോധിക്കാനും പുനരന്വേഷിക്കാനും ഒക്കെ ഉത്തരവിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. സത്യഭാമ അന്നേരം നമ്മളോട് പ്രിയം ഉണ്ടായിട്ടൊന്നും അല്ല, സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനല്ലേ എന്നിങ്ങനെ രാഘവൻ നായരും പറയുകയാണ്. അപ്പോൾ നിലവിൽ കേസൊന്നും ഇല്ല എന്നിങ്ങനെ രോഹിത് ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പറയുകയാണ്, അത് പാടില്ല, ഒരു കേസെങ്കിലും വേണം, അല്ലെങ്കിൽ സത്യാമ്മയ്ക്ക് ക്ഷീണം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. യൂണിഫോം അണിയുമ്പോഴല്ലേ ചന്ദ്രബോസിന് പിന്നെ ഇതിൻ്റെ പവറുള്ളൂ, പോലീസിൻ്റെ പവറുള്ളൂ, യൂണിഫോം അഴിച്ചു വയ്ക്കുമ്പോൾ ആ പവർ കാണില്ലല്ലോ, അയാളുടെ വീട്ടിൽ കയറി നമുക്ക് തല്ലണം, ബ്രോയോട് ചെയ്തതുപോലെ അയാളുടെ ഭാര്യയുടെ മക്കളുടെ മുന്നിലിട്ട് തല്ലണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങുകയാണ്. വിഷ്ണു ചോദിക്കുകയാണ്, അതിന് എനിക്ക് എവിടെ ഭാര്യയും മക്കളും എന്ന് പറയുമ്പോൾ സത്യഭാമയുടെ
മുഖവും രാഘവൻ നായരുടെ മുഖവും അങ്ങ് താഴുകയാണ്. ഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയത് ഞാൻ എന്തായാലും കൊടുത്തോളാം, നീ ഒരു അച്ഛനും ഭർത്താവും ഒക്കെയാണ്, അപ്പോൾ നീ നിൻ്റെ കുടുംബം നോക്കണം, എനിക്ക് കിട്ടിയത് ഞാൻ കൊടുത്തു തന്നെയാണ് ശീലം, അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും, അതിൻ്റെ ഇടയിൽ വേറെ ആരും തലയിടണ്ട എന്ന് പറയുമ്പോൾ, എന്നാലും ബ്രോ എന്ന് പറയുമ്പോൾ സാരമില്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് അങ്ങ് ആകെ വിഷമാവുകയാണ്. തുടർന്ന് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ഒരു മുത്തം കൂടി തന്നേന്നും പറഞ്ഞ് ഇങ്ങനെ കവള് നീട്ടുമ്പോൾ കുഞ്ഞൊന്ന് കൊടുക്കുകയാണ്, തിരിച്ചും വിഷ്ണു കൊടുക്കുകയാണ്. അതൊക്കെ ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വിഷ്ണു അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഭാമ വിഷമത്തോടെ പറയുകയാണ് വിഷ്ണു വല്ലാതെ അങ്ങ് ഒതുങ്ങിപ്പോയെന്ന്. അന്നേരം രോഹിത് ഇങ്ങനെ ചിന്തിച്ചിട്ട്, അല്ല പപ്പിക്ക് പനിയല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എന്ത് പനി? വിഷ്ണുവിനെ കണ്ടപ്പോൾ അവളുടെ പനിയൊക്കെ പോയി. പിന്നെ ഭാമ നീ പറഞ്ഞല്ലോ വിഷ്ണു വല്ലാതെ അങ്ങ് ഒതുങ്ങിപ്പോയെന്ന്, അത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ന് മുതലാണെന്ന്? പപ്പിക്കുട്ടി ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് അവൾക്ക് അവളും പ്രാണനാണ്, നമുക്കൊന്നും മനസ്സിലാകാത്ത എന്തോ ഒരു അദൃശ്യ ബന്ധം അവർ തങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ ശ്യാമ അങ്ങ് ഒരു നിമിഷം അന്തം വിടുകയാണ്. ശ്യാമ ഒന്ന് ഞെട്ടിയാണ് എല്ലാവരെയും ഒന്ന് നോക്കുന്നത്. ശ്യാമയ്ക്ക് സത്യം അറിയാവുന്നത് കൊണ്ട് ആണ് ശ്യാമ ഒരു നിമിഷം ഒന്ന് രാഘവൻ നായർ പറയുന്നതും കൂടിയാകുമ്പോൾ ശ്യാമ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. അവിടെ ജില്ലാ കളക്ടർ ശാലിനിയെ സ്വീകരിക്കാനായിട്ട് വീടും ശാരദാമ്മയും പിന്നെ കുറുപ്പ് സാറും ശങ്കരേട്ടനും ശാന്തയും എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. കുറേ നാട്ടുകാരൊക്കെ ഉണ്ട്. അന്നേരം IAS കുറിച്ചും ശാലിനി കളക്ടറിനെ കുറിച്ചും ഒക്കെ വാദോരാതെ അങ്ങ് കുറുപ്പ് സാറ് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അനുസരിച്ച് പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ പറയുമ്പോൾ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്നാരാണ് പറഞ്ഞതെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ഇങ്ങനെ കുറുപ്പ് സാറ് ചോദിക്കുമ്പോൾ, അയ്യോ ഞാനല്ല പറഞ്ഞതെന്നിങ്ങനെ ശങ്കരേട്ടൻ പറയുകയാണ്. അന്നേരം ഇവരോടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുകയാണ്. തുടർന്ന് ഒരാൾ പറയുന്നുണ്ട്, ശാലിനി കളക്ടർ ആയതിനു ശേഷം കുറുപ്പ് സാറ് ഈ നിലത്തൊന്നും അല്ല എന്ന് പറയുകയാണ്. അന്നേരം ഒരേ സമയം കളക്ടറുടെയും കമ്മീഷണറുടെയും ഒക്കെ ആദരവ് ലഭിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കളക്ടറുടെ പരിചയക്കാരൻ എന്ന് പറയുന്നത് നല്ലൊരു ഭാഗ്യമാണെന്ന് കുറുപ്പ് സാർ പറയുമ്പോൾ, അപ്പോൾ കളക്ടറെ പഠിപ്പിച്ച മാഷ് എന്ന് പറയുന്നതും അതിനേക്കാൾ വലിയ ഭാഗ്യമല്ലേ എന്നിങ്ങനെ ശാന്ത ചോദിക്കുകയാണ്. ശാന്ത എല്ലാവർക്കും ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ എവിടെയെന്ന് ഇങ്ങനെ കുറുപ്പ് സാർ ചോദിക്കുമ്പോൾ, ശാരദാമ്മയുടെ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് കുറുപ്പ് സാറിന് അറിയത്തില്ലോ, പൂജാമുറിയിൽ തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ് എന്നിങ്ങനെ ശാന്ത പറയുകയാണ്. തുടർന്ന് ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. പൂജാമുറിയുടെ മുമ്പിൽ ദൈവങ്ങളുടെ മുമ്പിൽ അങ്ങ് തൊഴുത് കരഞ്ഞു നിൽക്കുകയാണ് ശാരദാമ്മ. നന്ദി പറയുകയാണ് ദൈവങ്ങളോടായിട്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിൽ ആ ഒരു സ്വപ്നത്തിലാണ് ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും എന്ത് തന്നാലും മതിയാവില്ല, കൂടി നന്ദി എന്നൊക്കെ പറഞ്ഞങ്ങ് തൊഴുത് സന്തോഷവും സങ്കടവും ഒക്കെയാണ് അപ്പോൾ ശാരദാമ്മയുടെ മനസ്സിൽ. അതേസമയം പുറത്ത് വീണ്ടും ശങ്കരേട്ടൻ തൻ്റെ ഓരോരോ സംശയങ്ങളായിട്ട് കുറുപ്പ് സാറിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പോലീസ് എസ്കോർട്ടൊക്കെ കാണില്ലേ എന്നൊക്കെ. അന്നേരം എപ്പോഴും കാണില്ല, ആവശ്യമില്ലാത്ത സമയത്ത് വേണ്ടാന്ന് പറയാനുള്ള അധികാരം കളക്ടർക്കുണ്ടെന്ന് പറയുമ്പോൾ ഇനിയും സംശയമുണ്ട് എന്ന് പറഞ്ഞ് ശങ്കരേട്ടൻ വീണ്ടും ചോദിക്കുകയാണ്, കളക്ടർക്ക് വേറെ ബംഗ്ലാവും ഒക്കെ കാണില്ലേ, അപ്പോൾ ഈ വീട്ടിൽ താമസിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ആ സൗകര്യങ്ങളൊന്നും വേണ്ടാന്ന് എഴുതി കൊടുത്തിട്ട് തന്നെയാണ് ശാലിനി വരുന്നത്, ഇനി മുതൽ ഇവിടെ തന്നെ കാണുമെന്ന് പറയുകയാണ്. അന്നേരം ഒരു സംശയം കൂടിയുണ്ടെന്ന് പറയുമ്പോൾ താൻ ചോദിക്കുമെന്ന് കുറുപ്പ് മാഷ് പറയുകയാണ്. ഇനി കുടുംബശ്രീ ഹോട്ടൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്താടോ തനിക്ക് അങ്ങനെ ഒരു സംശയം ചോദിക്കുമ്പോൾ, കളക്ടറൊക്കെ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ അമ്മ ചായക്കച്ചവടം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, ഇല്ലാത്തത് പറഞ്ഞു ബാക്കിയുള്ളവരുടെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ ശങ്കരേട്ടാന്ന്. അന്നേരം കുറുപ്പ് സാർ പറയുകയാണ്, ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ടല്ലേ ശാലിനി കളക്ടർ ആയത്, അതുകൊണ്ട് ഇതൊരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് കുറുപ്പ് സാർ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ വണ്ടി കുടുംബശ്രീയുടെ മുറ്റത്തേക്ക് വരികയാണ്. അന്നേരം ശാലിനി മോളാണോ എന്നിങ്ങനെ ശാന്ത ചോദിക്കുമ്പോൾ, അതെ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച വണ്ടി തന്നെയാണെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയുടെ ഡ്രൈവർ ഇറങ്ങിയ ശേഷം ശാലിനിക്ക് ഡോർ ഇങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ കാലെടുത്ത് കുത്തുമ്പോൾ തന്നെ മാലപ്പടക്കത്തിന് തീ കൊളുത്തുകയാണ്. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് ശാരദാമ്മ ഓടി വെളിയിലേക്ക് വരികയാണ്. കൂടെ ശാരികയുമുണ്ട്. ശാരികയ്ക്കും കുറച്ചൊക്കെ മാറ്റമൊക്കെ ഉണ്ട്. ശാരദാമ്മ പിന്നെ കളർ സാരിയൊക്കെ മാറ്റി വെള്ള സാരിയും തലയിലെത്തിന് നരയൊക്കെ ഉണ്ട്. ശാരികയ്ക്കും കുറച്ചൊക്കെ മാറ്റമുണ്ട്. അവർ ഓടി വരികയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ശാരദാമ്മ ഓടിച്ചെന്ന് ശാലിനി ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് മോളെ എന്നും പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും അങ്ങ് കരയുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് അവർ കരയുന്നത്. തുടർന്ന് മോളങ്ങ് മാറിയതുപോലെ, ഒരു വലിയ ആളായതുപോലെ, അമ്മയേക്കാൾ പക്വതയൊക്കെ വന്നതുപോലെ എന്നിങ്ങനെ പറയുമ്പോൾ പഴയ ശാലിനി ഉള്ളിലുണ്ട്, പുറമേ കാണുന്നത് ഒരു ആവരണം മാത്രമാണ്, അത് പുറത്തെടുക്കാനായിട്ട് വയ്യമ്മേ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വീണ്ടും ഉമ്മയൊക്കെ കൊടുക്കുകയാണ് പിടിച്ച്. തുടർന്ന് ശാരിക ചേച്ചി എന്നും പറഞ്ഞ് ശാരികയുടെ അടുത്തേക്ക്
അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, ശാലിനിയും കെട്ടിപ്പിടിക്കുകയാണ്, ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. തുടർന്നും ശാന്തേച്ചി എന്നിങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, മോളെ കുറുപ്പ് സാറിനെ കണ്ടില്ലേ, കുറുപ്പ് സാറിൻ്റെ ഇത് പഠിത്തോ ഇതൊക്കെ പറഞ്ഞനുസരിച്ചല്ലേ മോൾ ഇത്രയും വലിയ ആളായത്, അപ്പോൾ നന്ദി പറയേണ്ടത് അവിടെയാണെന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ തൊഴുകയാണ് കുറുപ്പ് സാറിനെ. നേരത്തെ കണ്ടല്ലോ, അതുകൊണ്ടാണ് ശാലിനി അത്ര ഗൗരവം കാണിക്കാതിരുന്നത്. അന്നേരം കുറുപ്പ് സാർ പറയുന്നുണ്ട്, നമുക്ക് വഴി കാട്ടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ഒരമ്മയോളം ഒരു ടീച്ചറും ആവില്ല, ശാരദാമ്മയുടെ പാഠങ്ങൾ തന്നെയാണ്. ശാരദാമ്മ നാടിന് മാതൃകയായെങ്കിൽ ഈ പിന്നെ കളക്ടർ ഈ ജില്ല ഭരിക്കും, കുടുംബശ്രീയും ഒക്കെ ഇനി ശാലിനി നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം ഇത്രയും വർഷം ഞാൻ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, കാറും കോളും ഒക്കെ വന്നപ്പോൾ പിടിച്ചു നിന്നു, 25 വർഷം ഞാൻ ഇനി ഈ കുടുംബശ്രീയൊക്കെ കടലെടുത്ത് പോയാലും വേണ്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മയെന്നൊക്കെ പിന്നെ ശാലിനിയും പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവർക്കും ആകെ ഒരു സന്തോഷം തന്നെയാണ്. തുടർന്ന് കുറുപ്പ് സാറും അവിടെ കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ശാലിനിയുടെ നന്മയെക്കുറിച്ചും ഇനി കളക്ടറാകുമ്പോൾ നാട് ഭരിക്കും, നല്ല രീതിയിൽ സേവനം നടത്തും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, മോളെ അവൾ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഫ്ലൈറ്റിലുള്ള യാത്രയിൽ വല്ലാത്ത ക്ഷീണമൊക്കെ ഉണ്ട്, ഉറങ്ങിപ്പോയി. ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയപ്പോൾ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ആക്കിയിട്ടാണ് പോയതെന്ന് പറയുകയാണ്. അപ്പോൾ കൊണ്ടുവന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് നിരാശപ്പെടുകയാണ്. കൊണ്ടുവന്നമ്മേ എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ കാറിനടുത്തേക്ക് പോവുകയാണ്. അന്നേരം കാറിനുള്ളിലേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഡോറ് തുറന്നിട്ട് മോളെ സത്യഭാമേ എന്നിങ്ങനെ വിളിക്കും, നല്ല ഉറക്കമാണ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മോളെ സത്യഭാമേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് തിരിഞ്ഞു നോക്കിയാണ് ആ പേര് വിളിക്കുന്നത് കേട്ടിട്ട്. പക്ഷെ കുഞ്ഞുണ്ടെന്നറിയാം, പേര് ഇതാണെന്ന് ഇനി അറിഞ്ഞുകൂടായിരുന്നോ എന്തോ. ശാരിയെ എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഉറക്കച്ചൂടിൽ എന്ന പോലെ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഡോറിലേക്ക് ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട്, ആ കൈയിലെ കീ ചെയിൻ വരെ കാണിക്കുന്നുള്ളൂ. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ശാലിനി തൻ്റെ മകൾക്ക് സത്യഭാമ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിന് സത്യഭാമയുള്ള വാശി കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ എന്നുള്ളതും ഒക്കെ അടുത്ത എപ്പിസോഡിലാണ്. അപ്പോൾ ഇനി എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി വീണ്ടും ഉടന്ന് പോകുന്നൊരു സീനുണ്ട്. അത് സത്യഭാമയോ വിഷ്ണുവിനെ ആരെങ്കിലും കാണാനായിരിക്കും. പക്ഷേ ഇനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിഷ്ണുവിനെയും ശാലിനി വേറെ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കുമോ, ഇത് കുട്ടി ആരുടേതാണെന്നൊക്കെ സംശയിക്കുമോ, അതൊക്കെ ഇനി വരും എപ്പിസോഡുകളിലാണ്, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.